സുഖു അമ്മ വിളിക്കുന്നില്ല. കേട്ടെ എന്താ അമ്മ? എന്താ കരയണേ? സീത ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്ലടാ. ആ സന്തോഷം ഓട്ടം ഓടിയിട്ട് വന്ന് കള്ളു കുടിച്ച് ലെക്ക് ഇട്ട് അവളെ എടുത്തിട്ട് അടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാത്തോണ്ടെന്ന്. ഇവനിത് എന്തിന്റെ കുഴപ്പമെന്തോ? കള്ളു കുടിച്ച് അവൻ അവളെ അടിച്ചില്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. എന്റെ കൊച്ചിന്റെ കരച്ചിലായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലടാ. ഞാൻ ഒന്ന് അങ്ങോട്ട് പോവാം. എവിടെ പോവാൻ? സമയം എത്രയെന്ന് വെച്ചാ 12:30 കഴിഞ്ഞു. അതുമല്ല, കള്ളു കുടിച്ച് ലെക്കില്ലാതെ നിൽക്കുന്ന അവന്റെ മുന്നിൽ ഞാൻ ഏട്ടനെ വിടില്ല. അങ്ങനെ പറയല്ലേ മോളെ. എന്റെ കൊച്ചിനെ അവൻ തല്ലി കൊല്ലും. ഒന്ന് തടസ്സം പിടിക്കാൻ പോലും അവിടെ ആരുമില്ല. അയാള് വരുന്നറിയണമെങ്കിൽ അവൾക്ക് ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി വെക്കായിരുന്നില്ലേ? എടി, ചപ്പാത്തിയൊക്കെ ഒരു കാരണം മാത്രമാണ്. അവന് പ്രാന്താണ്. ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉള്ള സമ്പാദ്യമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിട്ടതല്ലേ പുന്നാര പെങ്ങളെ. ചെക്കന്റെ കാര്യമെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? എന്റെ കുഞ്ഞിന്റെ വിധിയെല്ലാം അത് തന്നെയാ ഇതും വിധിയാന്ന് വിചാരിച്ചോ. എല്ലാം അനുഭവിച്ചോളുക. അല്ലാതെ സമാധാനം പറയാനും തടസ്സം പിടിക്കാനൊന്നും ഇവിടെ ആരുമില്ല. ഇനി അമ്മയ്ക്ക് അത്ര സങ്കടമാണെങ്കിൽ അമ്മ പോയി കൂട്ടിയിരുന്നു. വീട്ടിൽ എത്ര പെട്ടെന്ന് കഴിഞ്ഞാ? ഒന്നും പറയണ്ട ഏട്ടാ. അന്ന് ആ ആനുവൽ ഡേക്ക് എന്തോ സ്റ്റേജിൽ കയറാൻ വേണ്ടി കുട്ടികൾ വൈകിന്നും പറഞ്ഞിട്ട് അവരുടെ പാരന്റ്സ് മൊത്തം അവിടെ വഴക്കായിരുന്നു. കൊള്ളാം. എന്റെ പൊന്നു മോനെ, നീ ഒരു പരിപാടിക്കും ചേരാത്തന്നാ കേട്ടാ. ഇല്ലെങ്കിൽ നിന്റെ അമ്മ ആ സ്കൂളെടുത്ത് തിരിച്ചു വെച്ചേനെ. ഒന്ന് പോയേട്ടാ. അല്ല, പൊന്നാര പെങ്ങളെ കാണാൻ അമ്മ പോയതല്ലേ, എന്തായി? എടി, അതന്ന് വിളിച്ചപ്പോ തന്നെ നമ്മൾ പോവേണ്ടതായിരുന്നു. ഞാൻ അവളെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു. മുഖം ഫുള്ള് അടിച്ച് പറ്റിച്ചു വെച്ചിരിക്കുക. എന്തോ വിറകിന്റെ കഷ്ണങ്ങൾ എടുത്ത് അടിച്ചത്. അടി കൊണ്ട് നിക്ക തന്നെ, വേറെ എന്ത് ചെയ്യാനാ? കൊണ്ട് നിക്കാം. രാവിലെ അമ്മ അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ അവൻ മുങ്ങി. പിന്നെ അവളെയും കൂട്ടി അമ്മ വീട്ടിലോട്ട് പോയി. ആരുടെ വീട്ടിലേക്ക്? ആരെ വീട്ടിലെന്നാ? നമ്മളെ വീട്ടിലോട്ട്. അതെന്തിന്? എടി, ഇതിനൊരു തീരുമാനം ആവണമെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ എവിടെ പോയി നിൽക്കേ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇങ്ങ് വാടാ. ബിസ്ക്കറ്റ്. അവന്റെ ഒരു ബിസ്ക്കറ്റ് ഇങ്ങ് വന്നേ. എടി, ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോ. വീടാവുമ്പോ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാവും. അത് പറഞ്ഞ് കേസ് കൊടുക്കുക, വീട് വിട്ടിറങ്ങുക, ഇതെന്താ നാത്തൂനെ? ഇത് എന്തോ നില തുടങ്ങിയ പ്രശ്നങ്ങളല്ല നാത്തൂന്. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എന്നെ തുടങ്ങിയതാ ഉപദ്രവിക്കാൻ. എന്നും മദ്യപിച്ചു വരും. എന്തോരം എന്നെ ഉപദ്രവിക്കാന്നറിയോ? ഈ അടുത്ത കാലത്തായിട്ട് എന്തോ കുത്തി കയറ്റണൊക്കെ ഉണ്ട്. എനിക്കറിയില്ല. മോള് കണ്ടു എന്നാ പറഞ്ഞ. തലകാലം പോതല്ലേ എന്നെ എന്തെങ്കിലും ചെയ്ത എന്റെ മോൾക്ക് അമ്മയില്ലാണ്ടാവുക. പിന്നെ എന്താ ചെയ്യാന്ന്? സഹിക്കാവുന്നതിന്റെ പരമാവധി എന്റെ മോള് സഹിച്ചു. ഇനി അവന്റെ അടി കൊള്ളാൻ എന്റെ മോളെ ഞാൻ നിർത്തൂല. അതൊക്കെ കെട്ടിച്ചു വിടുമ്പോ ആലോചിക്കണമായിരുന്നു. എന്റെ ഏട്ടന്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യം കൊടുത്തല്ലേ കെട്ടിച്ചു വിട്ടത്. എന്നിട്ടിപ്പോ ഏട്ടന്റെ ജീവിതം തുടങ്ങുമ്പോ ഓട്ടക്കാലണം. നീ ഒന്ന് നിർത്തിക്കേ. ഇപ്പൊ അത് പറയേണ്ട നേരമാണോ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കേസ് കൊടുക്കുക. എന്താ നാത്തൂനേത്? ശൈലജേ, സുഖുവാണ് ഇങ്ങനെ അടി വഴക്കം ഉണ്ടാക്കി കഴിഞ്ഞാ നീ ഇവിടെ നിൽക്കുവായിരുന്ന? അതിന് ഞാൻ ചേട്ടന്റെ മെക്കെട്ട് കയറാറുണ്ടോ?
അതിനെന്റെ അമ്മ ആരുടെ മെക്കെട്ടൊന്നും കയറില്ല ആന്റി. കണ്ടോ, ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടായില്ല. എടി നീ ഒന്ന് നിർത്ത്. അമ്മ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി എന്താ തീരുമാനം? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവനെ വരട്ടണം. എന്നിട്ട് അമ്മാവന്മാരെയും എല്ലാവരും വിളിച്ച് സംസാരിക്കാം. ഇനി സീതയ്ക്ക് സന്തോഷിനെ വേണ്ട. വേണ്ടാന്ന് വെക്കാനോ? അങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുക്കാൻ വരട്ടെ. എടുത്ത് ചാടിയിട്ടൊന്നും അല്ല നാത്തൂനെ, ഞാൻ കുറെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനോ. ഇന്നലെ എന്റെ മോളുണ്ടായതുകൊണ്ടാ, ഇല്ലെങ്കിൽ അയാളെന്നെ കൊന്നേനേട്ടാ. അത്രയ്ക്കും മടുത്തിട്ടാ. അമ്മേ ഏട്ടാ, എന്താ അവരുടെ തീരുമാനം? ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ ഇരിക്കാനാണോ? എനിക്ക് വയ്യ എല്ലാവർക്കും കൂടി വെച്ച് വിളമ്പാനൊന്നും. നീ അതോർത്ത് പേടിക്കണ്ട. അവർക്ക് എന്തോന്ന് വേണമെന്ന് വെച്ചാൽ അവര് വെച്ച് കഴിച്ചോളൂ. അമ്മേ വിശക്കുന്നു. പോയി വല്ലതും പഠിക്കണം. ഏത് സമയം ഒരു തീറ്റ തീറ്റ. പോടോ. സുഖം എവിടെ പോയടി ശൈലജേ? ഏട്ടൻ കുളിക്കാൻ കയറി. നിങ്ങളിരുന്നോ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഞങ്ങൾ കുറച്ച് മതി എനിക്ക്. കഴിക്ക്. ഇല്ല ഏട്ടൻ വരട്ടെ. നിങ്ങളാരും ഇരുന്നില്ലേ? ഇരിക്കടി. എത്ര നാളായി നിന്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട്? അമ്മയ്ക്ക് ഓർമ്മയുണ്ടാ പണ്ട് അമ്മയുടെ ഇടവും ബലവും ഞങ്ങളിരുന്ന് കഴിക്കാൻ വേണ്ടി അടിയുണ്ടാക്കണേ? ഓ, എനിക്കെന്നും തലവേദന തന്നെയായിരുന്നു. അടി തീർക്കാനേ എനിക്ക് നേരമുള്ളൂ. ആ, ഇനിയിപ്പോ ഇടവും വലമൊക്കെ ഇരുന്ന് കളിക്കാലോ, വഴക്കും കൂടാ. അല്ല, ഒരുപാട് കാലം ഇവിടെ ഉണ്ടാവുമല്ലോ. ഇന്നെന്ത് കഞ്ഞിയാ? ചപ്പാത്തില്ലേ? ചപ്പാത്തി ഒന്നുമില്ല, കഞ്ഞി കുടിക്കേട്ടാ. കുടിച്ചേ. എന്നാ പിന്നെ നിനക്ക് പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ബേക്കറിയിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും. കടയിലുള്ള എല്ലായിടത്തും ഇവിടെ കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നാ മതിയോ? കഴിക്ക്. അല്ല, കൊണ്ടുവന്ന ചിക്കൻ അവിടെ കറി വെച്ചോ? ഇന്ന് കഞ്ഞി കുടിക്ക്, ചിക്കൻ കറി വെച്ചില്ല. എല്ലാം കൂടി ഇന്ന് രാത്രി തന്നെ തീർക്കണോ? നാളെ വെക്കാം. കഴിച്ചേ. എടി, നാളത്തെ കാര്യം നാളെ. എടി സീത, നീ അതെടുത്ത് കറി വെച്ചേ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വരുമ്പോ ഒരു വേറെ സ്വഭാവം. എവിടെ പോന്നു? ഞാൻ വെച്ചോളാം. സീത വെച്ച കറിയിൽ നല്ല എരിവിടും. അല്ലെങ്കിലേ സുഖേട്ടനോ പൈൽസിന്റെ അസുഖമുള്ള. ഞാൻ വെച്ചോളാം. പപ്പടം എടുത്തിട്ട് വരാം. കഴിക്കൂ. അവള് നല്ലോണം കുത്തുവാക്കുകൾ പറയുന്നുണ്ടല്ലേ? നീ അത് കാര്യമൊക്കെ ഉണ്ട. സന്തോഷേട്ടൻ പറയുന്നൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും അത്ര ഇല്ല ചേട്ടാ. ഇതും അടുക്കളയൊക്കെ പിടിച്ചെടുത്തു. നാത്തൂന് എഴുന്നേറ്റാ? ഞാൻ ചായ എടുക്കട്ടെ? ആഹാ, അത് കൊള്ളാലോ. എന്റെ വീട്ടിലെ എന്നെ തന്നെ അതിഥിയാക്കോ? അല്ല, ഞാൻ പിന്നെ നേരത്തെ എഴുന്നേറ്റ കാരണേ, അതുകൊണ്ട് ചായ ഇട്ടതാ. എന്റെ ദൈവമേ, ആ ഫ്രിഡ്ജിലുള്ള പാല് മൊത്തം എടുത്ത് ചായ ഇട്ടോ? ഞാൻ കുഞ്ഞിന് കാച്ചി കൊടുക്കാൻ വെച്ചതാ. എടി, പാലൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല. ഞങ്ങൾ വന്നപ്പോ വേറെ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതെന്താ അരക്കുന്നേ? ഇത് കാപ്പിക്കുള്ള ചമ്മന്തിയാ. എന്റെ നാത്തൂനെ, ഈ ചമ്മന്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നു? ഇന്നലത്തെ കറി ഇരിക്കുകയല്ലേ. ഇനി അരക്കണമെങ്കിൽ തന്നെ അത് കല്ലിൽ അരക്കണമായിരുന്നു. കറണ്ട് ബില്ലിന്റെ അവസ്ഥയൊക്കെ അറിയാലോ. കടയിലാണെങ്കിൽ കച്ചവടം പോലും ഇല്ലാത്ത സമയം. ഏട്ടൻ തന്നെ എല്ലാത്തിനും നുള്ളിപ്പെറുക്കണം. അതിനിവിടെ അരകല്ലിൽ അരക്കണ പതിവൊന്നും ഇല്ലല്ലോടി. ആഹാ, എന്നാ പതിവാക്കണം.
ഇനി മുതൽ എന്റെ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ സ്വാതന്ത്ര്യം കാണിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അതെന്തുവാടി ശൈലജ അങ്ങനെ ഒരു വർത്തമാനം? അവൾ ഇത്തിരി ചമ്മന്തി അരച്ചതാണോ ഇത്ര തെറ്റ്? അവളെ ഈ വീട്ടിൽ ജനിച്ചു വളർന്നവളാ. കെട്ടിച്ചു വിട്ടെന്നും പറഞ്ഞ് അവളെ സ്ഥാനമൊന്നും പോയിട്ടില്ല. ഓ, അമ്മയ്ക്ക് മോളെ പറഞ്ഞപ്പോ ഒന്ന് നൊന്തോ? നീയേ ഇന്നലെ വന്ന് കേറിയത് തൊട്ട് മോനെ വെച്ച് സംസാരിക്കയാ. ഇങ്ങോട്ട് നോക്ക്, അവൾ ഇവിടെ വന്ന സാഹചര്യം അറിയാവോ? നീ ഇങ്ങനെയൊന്നും പെരുമാറല്ലേ മോളെ. നാത്തൂനൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല അമ്മ പറഞ്ഞത്. ഓ, എന്നെ സോപ്പിടാൻ വരണ്ട. ഞാൻ എല്ലാം വിചാരിച്ചിട്ട് തന്നെയാ പറഞ്ഞ്. നമ്മോട് അപ്പോഴേ പറഞ്ഞല്ലേ അങ്ങോട്ട് വരുന്നില്ല എന്ന്. നീ ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് പോവാനാ? ഇത് നിനക്കും കൂടെ അവകാശപ്പെട്ട വീടാ. ഇതാർക്കും തീറൊന്നും എഴുതി കൊടുത്തിട്ടില്ല. ഓഹോ, അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ അറിയോ അപ്പോ? നീയേ ഇങ്ങോട്ട് നോക്ക്, എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാ. നിനക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നാ നിന്റെ വീട്ടുകാർ ഇതുപോലെ കാണിച്ചാ നിനക്ക് സഹിക്കാൻ പറ്റുമോ മോളെ? ഓ, എനിക്ക് ഇങ്ങനത്തെ ഗതികേടൊന്നും വരില്ല. എന്റെ ഏട്ടൻ പാവാ. എന്താ ഇവിടെ പ്രശ്നം? പറമ്പിൽ നിന്നാ കേക്കാല്ലോ ഇവിടുത്തെ ബഹളം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മോള് വന്നപ്പോ അമ്മയുടെ മട്ടും പാവൊക്കെ അങ്ങ് മാറി. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയണത്? അവളെ ഒരു ഗതികേട് കൊണ്ടല്ലേ അവൾ ഇവിടെ വന്ന് നിക്കണത്. അതിന് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിക്കണ എന്തിനാണ്? എടി, എന്താ നിന്റെ പ്രശ്നം? അവൾ എന്റെ പെങ്ങളല്ലേ. അവൾ ഇവിടെ വന്നു നിനക്കെന്താ? എന്നെ ചൊല്ലി ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പൊക്കോളാം ഏട്ടാ. നീ വെറുതെ ഇരിക്കടി. അവൾ എന്തെങ്കിലും കളി പറഞ്ഞെന്ന് പറഞ്ഞു. ആഹാ, ഇപ്പൊ കുറ്റം മൊത്തം എനിക്കായോ? ഞാനിനിയിപ്പോ ഇവിടുന്ന് പോണമായിരിക്കും അല്ലേ? എന്നെ ചൊല്ലി ഇവിടെ ആരും ഒന്നും സംസാരിക്കണ്ട. ഞാൻ പൊക്കോളാം. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. അവളെ വെറുതെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഞാനും എന്റെ ഏട്ടനും മോനും ഉള്ള ഫാമിലിയില് വേറെ ആരും വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഈ അമ്മ പോലും. അമ്മ ഇനി നമ്മൾ എങ്ങോട്ട് പോകും അമ്മ? എനിക്കറിയില്ല മോളെ. എങ്ങോട്ടെങ്കിലും പോയേ പറ്റുള്ളൂ. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ സ്വന്തം വീട് പിന്നെ അന്യ വീടാവും. പക്ഷെ നമുക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഞാൻ ഇല്ല അച്ഛന്റെ വീട്ടിലേക്ക്. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവൂടാ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. നീ ബാഗും തുണിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോണത്? പോട്ടെ അമ്മ, എനിക്കറിയില്ല എങ്ങോട്ടാ പോണ്ടെന്ന്. എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. ഞങ്ങളെ പെരുവഴിയിലായി. ഞങ്ങളിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കും കൂടെ പ്രശ്നമാവും. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? എല്ലായിടത്തുനിന്നും അങ്ങോട്ട് തോറ്റോടി പോവാനൊന്നും പറ്റൂല. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ തന്നെ നിന്നാ മതി. അമ്മ എന്തീ പറയണേ? എനിക്കറിയാം നീ എന്ത് ചെയ്യണമെന്ന്. ഞാൻ തീരുമാനിച്ചോളാം. ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മുടെ പുരയിടത്തുനിന്നേ ഒരു 10 സെന്റ് എനിക്ക് സീതയ്ക്ക് എഴുതി കൊടുക്കണം. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവാൻ എന്തോന്നിരിക്കണത്? ഈ 40 സെന്റിന്ന് 10 സെന്റ് സീതയ്ക്ക് ഞാൻ എഴുതി കൊടുക്കാൻ പോണെന്ന്. അതെങ്ങനെ പറ്റും? നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനും എന്റെ മോനും തമ്മിലുള്ള കാര്യമാണ്. അമ്മ, അവൾ എന്റെ ഭാര്യയാണ്. ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവൾക്ക് അധികാരമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. സീതയ്ക്ക് 10 സെന്റ് സ്ഥലം കൊടുക്കാൻ അമ്മ മാത്രം അങ്ങനെ തീരുമാനിച്ചാ മതിയോ? നീ മിണ്ടായിരടി. ഞാൻ തീരുമാനിക്കും. എന്റെ കാലശേഷം മാത്രമേ മക്കൾക്ക് അവകാശമുള്ളൂ. ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. അമ്മ, എനിക്ക് ആരുടെ ഒന്നും വേണ്ട. മോങ്ങിക്കൊണ്ട് നിക്കണം. നീ കേട്ടില്ലേ അവള് പറഞ്ഞത്? നമ്മൾ ഇവിടെ കിടക്കുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ട് ഞാൻ 10 സെന്റ് നിന്റെ പേരിൽ എഴുതി ലോൺ എടുത്ത് അതിലൊരു വീട് വെക്കും. ഇവിടെ ആരെന്ത് ചെയ്യുമെന്ന് ഒന്ന് നോക്കണമല്ലോ. അപ്പൊ പിന്നെ ആരെ ആട്ട് തുപ്പൊന്നും കേൾക്കണ്ടല്ലോ. അമ്മ ആള് കൊള്ളാല്ല. എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചങ്ങ് വെച്ചിരിക്കുകയാണല്ലേ. എന്റെ കൊക്കിന് ജീവനോടത്തോളം കാലം ഞാൻ ഇതിന് സമ്മതിക്കില്ല. നോക്കിക്കോ. ഏട്ടനായി വീട്ടിലെ ഗൃഹനാഥൻ. ഏട്ടൻ തീരുമാനിച്ചോളൂ എല്ലാം. ഏട്ടൻ തീരുമാനിച്ചോളൂ എല്ലാം. ഇങ്ങോട്ട് നോക്ക്, മാതാപിതാക്കളുടെ സ്വത്തിന്റെ അവകാശം മക്കൾക്കും കൂടെ ഉണ്ട്. ഇവളൊരു പരാതി കൊണ്ട് കൊടുത്താലേ 40 സെന്റ് തുല്യമായിട്ട് വീതിക്കേണ്ടി വരും. എങ്കിൽ പിന്നെ ഈ വീടും കൂടെ അങ്ങോട്ട് പകുതി തുല്യമായിട്ട് വീതിക്കേണ്ടി വരും. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ. ഇനി ഇവക്ക് എന്തോന്നാണ് കൊടുക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാം കൊടുത്തല്ലേ അയച്ചത്?
എന്തോന്നെല്ലാം കൊടുത്തയച്ച്? സ്വർണ്ണമല്ലേടാ കൊടുത്തയച്ചത്? സ്വത്ത് എന്തെങ്കിലും കൊടുത്തായിരുന്നു? ഈ വീട്ടിന്റെ വസ്തു എന്തെങ്കിലും അവക്ക് കൊടുത്താ? എന്ത് പറഞ്ഞിരുന്നാലും ഈ 40 സെന്റ് എനിക്കുള്ളതാണ്. അതിൽ നിന്ന് ഒരു സെന്റ് പോലും ഞാൻ തരത്തില്ല. മോനെ, സന്തോഷത്തോടു കൂടിയാണെങ്കിൽ 10 സെന്റിൽ തീരും. അതിലൊരു വീട് വെച്ച് എങ്ങനെങ്കിലും ട്യൂഷൻ എടുത്തെങ്കിലും അവള് ജീവിക്കും. അതിനെതിരെ നിൽക്കുകയാണെങ്കിൽ തുല്യമായിട്ട് ഇത് വീതിക്കേണ്ടി വരും. നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ല. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. നീ മിണ്ടാതിരടി. ഇത്ര നാൾ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അവസാനം എനിക്കൊന്നും ഇല്ലെന്ന്. ചേട്ടാ ഒന്നിങ്ങ് വരാൻ. എന്റെ സുഖുവേട്ടാ, എന്ത് ബുദ്ധിമോശമായി കാണിക്കുന്നേ. അമ്മയെ വാശി പിടിപ്പിച്ച ഈ വീട് 2 കൊടുക്കേണ്ടി വരും. എടി പിന്നെ 10 സെന്റൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാ? എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ ആലോചിച്ച് തീരുമാനം എടുക്കണം. ചേട്ടൻ എങ്ങനെയെങ്കിലും അവളെ അവന്റെ കെട്ടുവനുമായിട്ട് ഒന്നിപ്പിക്കാൻ നോക്ക്. എടി അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നടന്നില്ലെങ്കിൽ അവരിവിടെ നിക്കട്ടെ. സീതയ്ക്ക് എന്തായാലും നല്ല പഠിപ്പുള്ളതല്ലേ, എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്ക. അവർക്ക് ജീവിക്കാൻ അതുപോരെ. ഇനി കൊച്ചിന് കല്യാണം ആവുമ്പോ അപ്പ എങ്ങാനും നോക്കാം. എടി നീ ഈ പറയണത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അവസാനം ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായിട്ട് വരും. അത് മാത്രമല്ല, നിനക്കിഷ്ടമല്ലാത്ത ഒരു പരിപാടിയും ഞാൻ കാണിക്കുന്നില്ല. ആര് പറഞ്ഞു? അവരിവിടെ നിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പോരെ? ഉറപ്പാണോ? ആ, ഉറപ്പ്. ബാ. അമ്മേ, അമ്മ ഏട്ടനോട് ആലോചിക്കാതെ പറഞ്ഞോണ്ടാ ദേഷ്യമായത്. ഇത് സീതയുടെ കൂടെ വീടല്ലേ? സീത ഇവിടെ നിന്നോട്ടെ. വേറെ വീട് വെച്ച് മാറുന്ന കാര്യമൊന്നും ചിന്തിക്കേ വേണ്ട. കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളെല്ലാം ഒരാവശ്യം വന്നാ സ്വന്തം വീട്ടിലേക്കല്ലേ വരാൻ പറ്റൂ? അല്ലേ സീതേ? ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഞാനെന്നാ കടയിൽ പോയിട്ട് വരാം.